أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു താല ने അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മുൻകൂട്ടി തന്നെ അവൻ്റെ പ്രയോജനത്തിനായി അളവറ്റ അനുഗ്രഹങ്ങളും സൃഷ്ടിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹാതിരേകങ്ങളും ദാസന്മാരോടുള്ള ഈ സൽപെരുമാറ്റവും തീർച്ചയായും നമ്മോട് ആവശ്യപ്പെടുന്നത് അവൻ്റെ ദാസൻ അവനോട് നന്ദിയുള്ളവനായി തീരണം എന്നാണ്. അള്ളാഹുവിൻ്റെ നന്ദിയുള്ള ദാസന്മാരായി തീരുക എന്ന് ഓരോ പ്രവാചകനും തൻ്റെ അനുയായികളോട്, തൻ്റെ അണികളോട് ഉപദേശിച്ചിട്ടുമുണ്ട്. നന്ദിയുള്ളവരാകുന്നതിൻ്റെ മാതൃക ഏറ്റവും മികച്ച നിലയിൽ കാണിച്ചു തന്നത് നമ്മുടെ യജമാന പ്രഭുവായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തൻ്റെ ഓരോ പ്രവൃത്തിയിലൂടെയും അള്ളാഹുവിനോടുള്ള നന്ദി അദ്ദേഹം പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു. അവിടുത്തെ കരച്ചിലും വിലാപവും അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ അതീവ വിനയത്തോടെയുള്ള കേഴലും കണ്ടപ്പോൾ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, അങ്ങേക്ക് അള്ളാഹു സകല വിജയങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അള്ളാഹു അങ്ങേക്ക് വിജയങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയുമാണ്, പിന്നെ എന്തിനാണ് ഇത്രയധികം ദീനവിലാപം നടത്തുന്നത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ അള്ളാഹുവിൻ്റെ നന്ദിയുള്ള ദാസനായി തീരേണ്ടതില്ലേ? വിനയത്തോടെ അവൻ്റെ സന്നിധിയിൽ കുനിഞ്ഞ് ഞാൻ നന്ദി പ്രകടിപ്പിക്കേണ്ടതില്ലേ? ഓരോ അവസരത്തിലും അദ്ദേഹം തൻ്റെ നന്ദിയുടെ പ്രായോഗിക മാതൃകകൾ കാണിച്ചു കൊടുത്തപ്പോൾ തൻ്റെ സമുദായത്തോടും നന്ദിയുള്ളവരായി തീരാൻ അദ്ദേഹം ഗുണദോഷിക്കുകയുണ്ടായി. അതിൻ്റെ രീതികൾ അദ്ദേഹം പഠിപ്പിച്ചു തരികയും ചെയ്തു. അള്ളാഹു താലയ്ക്ക് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ദുആകൾ പഠിപ്പിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതേ മാതൃകയും ദുആകളും ഉപദേശ നിർദ്ദേശങ്ങളും സംബന്ധിച്ചാണ് ഞാൻ ഇന്നിവിടെ പരാമർശിക്കുന്നത്. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഹദരത്ത് അനസിൽ നിന്നും നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുൾ ചെയ്തു, ഈമാൻ വിശ്വാസം 2 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. ആദ്യ പകുതി ക്ഷമയും രണ്ടാമത്തെ പകുതി നന്ദിയുമാണ്. വാസ്തവത്തിൽ ക്ഷമ അഥവാ സബർ കൈക്കൊള്ളുക എന്നത് നന്ദി പ്രകടിപ്പിക്കുന്നതിന്, ശുക്ർ ചെയ്യുന്നതിൻ്റെ വശം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈമാൻ പൂർണ്ണമാകുന്നത് ശുക്ർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹദ്രത്ത് സുഹൈബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും വളരെ വിചിത്രമാണ്. കാരണം അവൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഖൈർ അഥവാ നന്മയിൽ അധിഷ്ഠിതമാണ്. ഇത് വിശ്വാസിയല്ലാതെ മറ്റാർക്കും ലഭിക്കുന്ന ഒരു പദവിയല്ല. അവന് എന്തെങ്കിലും സന്തോഷം ലഭിക്കുകയാണെങ്കിൽ അവൻ നന്ദി കാണിക്കുന്നു, ഇത് അവന് നന്മയാകുന്നു. അവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ലഭിക്കുകയാണെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവൻ ക്ഷമ കൈക്കൊള്ളുന്നു, അത് അവന് നന്മയായി തീരുന്നു. നന്മ എന്താണ്? നന്മ എങ്ങനെയെന്നാൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ മഅസ്വാബിരീൻ, അള്ളാഹു താല തീർച്ചയായും ക്ഷമ കൈക്കൊള്ളുന്നവരോടൊപ്പമാണ്.
തുടർന്ന് പറഞ്ഞു വബഷിരി സാബിരീൻ, ക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അതിനാൽ അള്ളാഹു ആരെ തുണയ്ക്കുന്നുവോ അവന് സുവാർത്ത അറിയിക്കുന്നുവോ അവന് അതിലും വലിയ നന്മ എന്തുണ്ടാകാനാണ്? മനുഷ്യൻ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ള ദാസനായി തീരുമ്പോഴാണ് ഈ യഥാർത്ഥ ക്ഷമ കൈവരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചെറിയ വാക്യത്തിലും ഈ വാചകത്തിൽ പോലും ജ്ഞാനത്തിൻ്റെയും യുക്തിയുടെയും കലവറകളുണ്ട്. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ജനങ്ങളോട് നന്ദി കാണിക്കാത്തത് അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതല്ല. അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്, എന്നാൽ മനുഷ്യരോടുള്ള നന്ദിയും കാണിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകമായി ഊന്നൽ നൽകിക്കൊണ്ട് നിർദ്ദേശിക്കുകയുണ്ടായി. നന്ദിയുടെ ഇത്തരം വികാരങ്ങളും ചിന്തകളും ഉണ്ടെങ്കിൽ സമൂഹം ഒരു വളരെ സുന്ദരമായ കാഴ്ചയായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത്. അവിടുന്ന് ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിച്ച യഥാർത്ഥ ഇസ്ലാമിക സമൂഹവും അതുതന്നെയാണ്, അങ്ങനെയുള്ളത് തന്നെയാണ്. ഒരു നിവേദനത്തിൽ വരുന്നു, ഹദരത്ത് നോമാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് പറഞ്ഞു, ആരാണോ കുറഞ്ഞതിൽ നന്ദി കാണിക്കാത്തത് അവൻ കൂടിയതിലും നന്ദിയുള്ളവനല്ല. ആരാണോ ജനങ്ങളോട് നന്ദി കാണിക്കാത്തത് അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് സ്മരിക്കുന്നതും ഒരു തരത്തിലുള്ള നന്ദിയാണ്. അത് സ്മരിക്കാത്തത് നന്ദികേടുമാണ്. ദിക്ർ ചെയ്യുന്നത് ശുക്റാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജമാഅത്ത് അതായത് ഒരു സംഘടിതാവസ്ഥ അനുഗ്രഹമാണ്, ഭിന്നിപ്പ് ശിക്ഷയുമാണ്. ജമാഅത്തിൽ നിലകൊള്ളുക, അള്ളാഹുവിൻ്റെ നന്ദിയുള്ള ദാസന്മാരെ തരിക, ഒത്തൊരുമയോട് ജീവിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് പങ്കു ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഭിന്നതയുണ്ടാകുകയാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ചിഹ്നിച്ചെതിറിയതാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അനന്തരാവകാശികളാകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എത്രത്തോളം ആഴത്തിലും പരപ്പിലുമാണ് അദ്ദേഹം നന്ദി കാണിക്കാൻ നമുക്ക് പാഠങ്ങൾ നൽകിയത് എന്നതിനെ കുറിച്ച് ഒരു നിവേദനം ഇപ്രകാരമാണ്. ഹദരത്ത് അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആളെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, ഒരു വ്യക്തിയോട് ചോദിക്കാറുണ്ടായിരുന്നു, എന്താണ് അവസ്ഥ, സുഖം തന്നെയല്ലേ? അപ്പോൾ അവൻ പറയുന്നു, ഞാൻ വളരെ നല്ല അവസ്ഥയിലാണ്, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അള്ളാഹു നിന്നെ നന്മയിൽ തന്നെ നിലനിർത്തട്ടെ. ഒരു തവണ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ തന്നെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഇതേ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, ഞാൻ നന്ദി കാണിക്കുകയാണെങ്കിൽ നല്ല അവസ്ഥയിലാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മൗനം പാലിച്ചു. അവൻ അപേക്ഷിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി നൽകുമായിരുന്നു. ഞാൻ അള്ളാഹു താലയെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു നിന്നെ നന്മയിൽ നിലനിർത്തട്ടെ എന്ന് അങ്ങ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങ് മൗനം പാലിച്ചിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിന്നോട് തിരക്കുകയും ഞാൻ വളരെ നല്ല അവസ്ഥയിലാണ്, ഞാൻ അള്ളാഹു താലയെ സ്തുതിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ അള്ളാഹു താല നിന്നെ നന്മയിൽ നിലനിർത്തട്ടെ എന്ന് അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ നിനക്ക് മേൽ വർഷിക്കട്ടെ എന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നീ പറഞ്ഞത് എന്താണ്? ഞാൻ നന്ദി കാണിക്കുകയാണെങ്കിൽ എന്ന്. അതായത് നിനക്ക് സംശയമുണ്ട്, നീ സംശയത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഞാൻ നന്ദി കാണിക്കാനും ശരി, അൽഹംദുലില്ലാ, അല്ലാത്ത പക്ഷം അത്ര നല്ല അവസ്ഥയിലൊന്നുമല്ല, പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് എന്നാണ് നീ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മൗനം പാലിച്ചതെന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നീ സംശയത്തിൽ അകപ്പെട്ടു പോയി, നീ അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തി. അള്ളാഹുവിനോടുള്ള നന്ദിയുടെ വിഷയത്തിൽ ആരുടെങ്കിലും മനസ്സിൽ ലവലേശമെങ്കിലും നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ ചിന്ത ഉണ്ടാകുന്നത് പോലും അദ്ദേഹത്തിന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഹദരത്ത് ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യപ്പെടുകയും ആ നന്മ ചെയ്തവനോട് അവൻ ജസാക്കല്ലാഹ് ഖൈറൻ, അള്ളാഹു താങ്കൾക്ക് ഏറ്റവും മികച്ച പ്രതിഫലം നൽകട്ടെ എന്ന് പറയുകയും ചെയ്താൽ അവൻ ആ ശുക്റിന്റെ അവകാശം നിർവഹിച്ചു. അതുപോലെ ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരു സമൂഹത്തിന് നന്മയും അനുഗ്രഹവും നൽകാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുകയും അവർക്ക് നന്ദി കാണിക്കാൻ വേണ്ടി പ്രചോദനം നൽകുകയും ചെയ്യുന്നു. അതായത് നന്ദി പ്രകടിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകുന്നു. അതിനാൽ ദേശീയോദ്ഗ്രഥനത്തിനും സാമൂഹികമായ പുരോഗതിക്കും നന്ദി ആവശ്യമാണ്.
സംഘടനാപരമായ ജമാഅത്തിന്റെ പുരോഗതിക്കും മൊത്തത്തിലുള്ള പുരോഗതിക്കും വ്യക്തിപരമായ പുരോഗതിക്കും നന്ദി ആവശ്യമാണ്. അള്ളാഹുവിനോടുള്ള നന്ദി, പരസ്പരം നന്ദി കാണിക്കൽ, ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ലഭിച്ച ഓരോ വ്യക്തിയോടും നന്ദി കാണിക്കൽ എന്നിവ അത്യന്താപേക്ഷിതമാണ്. ഇതാണ് ദേശീയ ഐക്യത്തിന് കാരണമാകുന്നത്. പിന്നെ നന്ദിയെക്കുറിച്ച് ശരിയായ അവബോധമുണ്ടാക്കാൻ അദ്ദേഹം നൽകിയ ഉപദേശങ്ങളെക്കുറിച്ച് ഒരു നിവേദനത്തിൽ ഇപ്രകാരം പരാമർശമുണ്ട്. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, നിന്റെ കവിതകൾക്ക് എന്ത് പറ്റി, എന്താണ് കവിതകളൊന്നും ചൊല്ലാത്തത്, ഇപ്പോൾ കവിത ചൊല്ലിത്തരൂ എന്ന് പറയുമായിരുന്നു. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് കവിതകൾ മനഃപ്പാഠമായിരുന്നു. അവർ കവിതകൾ ചൊല്ലാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് കവിതയാണ് ഉദ്ദേശിക്കുന്നത്? കവിതകൾ പലതും എനിക്ക് ഓർമ്മയുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്ദിയെക്കുറിച്ച്, ശുക്റിനെ കുറിച്ചുള്ള കവിത എന്തെങ്കിലും കേൾപ്പിച്ചാലും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തെണ്ടമാകട്ടെ. കവി പറയുന്നു, ആ ബലഹീനന്റെ ആശ്രയമാകൂ. ആരുടെ ബലഹീനതയ്ക്ക് നിനക്ക് പ്രതിഫലം നൽകാൻ കഴിയുന്നില്ലയോ, നിങ്ങൾക്ക് തിരിച്ചൊന്നും തരാൻ കഴിയാത്ത ദുർബലനെ നിങ്ങൾക്ക് സഹായിക്കുക. ഒരു ദിവസം നീ കാണും, അതിൻ്റെ ഫലങ്ങൾ വെളിവായി വരും. ആ പ്രതിഫലത്തിന് വേണ്ടി മാത്രം ഒരിക്കലും ഒരു ആശ്രയമായി തീരരുത്, മറിച്ച് നിനക്ക് പ്രതിഫലം നൽകാൻ കഴിയാത്തവന്റെ ആശ്രയമായി തീരുക. അപ്പോൾ നീ കാണുക, അതിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുന്നു. ഇതാണ് കവി പറഞ്ഞത്. പിന്നെ ആ ദുർബലൻ എപ്പോഴെങ്കിലും ഒന്നുകിൽ നിനക്ക് അതിന് പ്രതിഫലം നൽകും, അല്ലെങ്കിൽ നിന്നെ പ്രശംസിക്കും. നീ ചെയ്ത ഈ ഉപകാരത്തിന് നിന്നെ ആരെങ്കിലും പ്രശംസിക്കുന്നുവെങ്കിൽ അവൻ ആ ഉപകാരത്തിന് പ്രതിഫലം നൽകി കഴിഞ്ഞു എന്ന് പറയാം. അൽഹംദുലില്ലാ, നന്ദി എന്ന് പറഞ്ഞാൽ അവനും ആ ഉപകാരത്തിന് പ്രതിഫലം നൽകി. പിന്നെ ഈ കവിതകളിൽ തന്നെ ഹസ്രത്ത് ആയിഷ വിവരിക്കുന്നു, നീ ഏതെങ്കിലും ഒരു മാന്യനായ വ്യക്തിയോട് ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നീ അവന്റെ ബന്ധത്തെ ജീർണിച്ചതോ ബലഹീനമായതോ ആയി കാണില്ല. ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ നീ ഒരു ബലഹീനമായ ബന്ധത്തെയാണ് പിടിച്ചിരിക്കുന്നത് എന്നല്ല അർത്ഥം, മറിച്ച് അത് ഒരു ശക്തമായ ബന്ധമാണ്. കാരണം അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകും. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ഈ വരികൾ ചൊല്ലിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ആയിഷ, തികച്ചും ശരിയാണിത്. അല്ലാഹു തആല അന്ത്യദിനത്തിൽ സൃഷ്ടികളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ തന്റെ ദാസനോട് ഇപ്രകാരം ചോദിക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ അറിയിക്കുകയുണ്ടായി. പറഞ്ഞു, എൻ്റെ ഒരു ദാസൻ നിനക്ക് ഒരു ഉപകാരം ചെയ്തിരുന്നു, നീ അവനോട് നന്ദി പ്രകടിപ്പിച്ചുവോ? അപ്പോൾ അവൻ മറുപടിയായി പറയും, എൻ്റെ രക്ഷിതാവേ, ഇത് നിന്റെ ഭാഗത്തു നിന്നുള്ള ഉപകാരമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതിനാൽ ഞാൻ നിനക്ക് നന്ദി പറഞ്ഞു. ദാസനോട് നന്ദി പറഞ്ഞില്ല, നിനക്ക് നന്ദി പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറയും, ആർ മുഖേനയാണോ ഞാൻ നിനക്ക് ഉപകാരം ചെയ്തത്, അവനോട് നീ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ നീ എനിക്കും നന്ദി പറഞ്ഞതായി കണക്കാക്കപ്പെടില്ല. മനോഹരമായൊരു സമൂഹം വാർത്തെടുക്കാൻ എത്ര മനോഹരമായൊരു പ്രവൃത്തിയാണ് ഈ ഉപദേശം നമുക്ക് നൽകുന്നത്. പിന്നെ നന്ദി പ്രകടിപ്പിക്കാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹദരത്ത് അബ്ദുല്ലാ ബിൻ വനാം ബയാദി റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏതൊരു വ്യക്തി പ്രഭാതം ചെയ്തപ്പോൾ ഈ ദുആ ചൊല്ലിയോ അവൻ തന്റെ പകലിന്റെ നന്ദിയും നിർവഹിച്ചു. രാവിലെ ഇങ്ങനെ രാത്രിയിൽ ദുആ ചെയ്യാണ്, ഈ രാത്രിയുടെയും നന്ദി പ്രകടിപ്പിച്ചു. അതായത് ദുആ ഇതാണ്, അള്ളാഹുവെ, ഏതൊരു അനുഗ്രഹമാണ് എന്നോടൊപ്പം പ്രഭാതം ചെയ്തത് അല്ലെങ്കിൽ പ്രദോഷം ചെയ്തത്, രാവിലെ എനിക്ക് ഏത് അനുഗ്രഹമാണോ അല്ലെങ്കിൽ വൈകിട്ട് ഏത് അനുഗ്രഹമാണ് ലഭിച്ചത്, അത് നിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. നീ ഏകനാണ്, നിനക്ക് പങ്കുകാരൻ ആരുമില്ല. അതിനാൽ നിനക്ക് സർവസ്തുതിയും നിനക്ക് എല്ലാതരം നന്ദിയുമുണ്ട്. അതുപോലെ മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്ന ഹദ്റത്ത് മുആസ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മുആദ്, അല്ലാഹു ആണ്, ഞാൻ തീർച്ചയായും നിന്നെ സ്നേഹിക്കുന്നു. പിന്നെ പറഞ്ഞു, അല്ലയോ മുആദ്, ഓരോ നമസ്കാരത്തിന് ശേഷവും ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഞാൻ നിനക്ക് വസിയത്ത് ചെയ്യുന്നു, പറയുക, അല്ലാഹുമ്മ ഐനി അലാ സിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് നീ പറയുക. അല്ലാഹുവേ, നിന്നെ സ്മരിക്കുന്നതിനും നിന്നെ നന്ദി കാണിക്കുന്നതിനും നിന്റെ ആരാധനയുടെ സൗന്ദര്യത്തിനും നീ എന്നെ സഹായിക്കണമേ, നല്ല നിലയിൽ ആരാധിക്കാനും നീ എന്നെ തുണയ്ക്കണമേ. പിന്നെ ഒരു നിവേദനത്തിൽ ഉണ്ട്, അബു അലി ബിൻ ഷെഖീർ നിവേദനം ചെയ്യുന്നു, ബനു ഹൻദലയിൽ നിന്നും, ഹൻദലയിലെ ഒരു വ്യക്തിയിൽ നിന്ന് നിവേദനം,
അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹദരത്ത് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? നീ ഇപ്രകാരം പറയുക, അള്ളാഹുവെ, ഞാൻ നിന്നോട് ഓരോ കാര്യത്തിലും എല്ലാ കാര്യത്തിലും സ്ഥിരചിത്തത ചോദിക്കുന്നു. നിന്നോട് ഹിദായത്തിൽ മാർഗദർശനത്തിൽ ഉറപ്പ് ചോദിക്കുന്നു. നിന്നോട് നിന്റെ നിയമത്തിന് അനുഗ്രഹത്തിന് നന്ദി ചോദിക്കുന്നു. നിന്റെ ഇബാദത്തിന്റെ സൗന്ദര്യവും നിന്നോട് സത്യം പറയുന്ന നാവും ചോദിക്കുന്നു. കുറ്റമറ്റ ഹൃദയത്തെക്കുറിച്ച് ഞാൻ നിന്നോട് അഭയം തരുന്നു. നീ അറിയുന്ന തിന്മയിൽ നിന്നും നീ അറിയുന്ന നന്മയിൽ നിന്നും അഭയം തേടുകയും നീ അറിയുന്ന നന്മ ഞാൻ നിന്നിൽ നിന്ന് കാക്ഷിക്കുകയും ചെയ്യുന്നു. നിന്നോട് ഞാൻ പാപമോചനം അർത്ഥിക്കുന്നു. നീ അറിയുന്ന കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നിൽ നിന്നും പാപമോചനം ചോദിക്കുന്നു. അള്ളാഹുവിൽ നിന്നും ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അതുപോലെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അതിൻ്റെ ഉപകാരമുണ്ട് എന്നുള്ള എല്ലാ കാര്യത്തിൽ നിന്നും ഓരോ വ്യക്തിയിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നൊക്കെ എല്ലാം ഇസ്തിഗ്ഫാർ ചെയ്യുക. ആരാണ് പ്രയോജനം നൽകുന്നത്, ആരാണ് പ്രയോജനം നൽകാത്തത് എന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന് എല്ലാത്തിനോടും ശക്തി തൗഫീക്ക് ആഗ്രഹിക്കുക. തീർച്ചയായും അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് മാത്രമേ അറിയൂ ആർക്കാണ് പ്രയോജനം നൽകുക കഴിയുക എന്ന് ഇങ്ങനെ പ്രാർത്ഥന നടത്തി. അള്ളാഹുവെ, നീ എന്നോട് എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹം ചൊരിയണമേ. നിന്റെ സൃഷ്ടികളിൽ നിന്നും നിന്റെ പ്രയോജനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും എനിക്ക് നൽകണമേ. ഒരു ദിവസം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ പഠിപ്പിച്ചു. ഹദരത്ത് അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരു വ്യക്തി ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നമസ്കാരത്തിൽ ഞാൻ ചൊല്ലേണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രാർത്ഥന ഏതാണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറയുക, അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലുഹു വലക്കൽ ശുക്രു കുല്ലുഹു വലക്കൽ മുൽക്കു കുല്ലുഹു വലക്കൽ ഖൽഖു കുല്ലുഹു വഇലൈക യർജഉൽ അംറു കുല്ലുഹു നസ്അലുക മിനൽ ഖൈരി വനഊദു ബിക മിൻ ശർരി കുല്ലിഹി. അല്ലാഹുവേ, എല്ലാ സ്തുതികളും നിനക്കുള്ളതാണ്, എല്ലാ നന്ദിയും നിനക്കുള്ളതാണ്, എല്ലാ ആധിപത്യവും നിനക്കുള്ളതാണ്, എല്ലാ സൃഷ്ടികളും നിന്റേതാണ്, എല്ലാ കാര്യങ്ങളും നിന്നിലേക്കാണ് മടങ്ങുന്നത്. ഞങ്ങൾ നിന്നോട് എല്ലാ തരത്തിലുമുള്ള നന്മകളും കാക്ഷിക്കുന്നു, എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും നിന്നോട് അഭയവും പ്രാപിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ദുആയെക്കുറിച്ചും ഒരു നിവേദനത്തിൽ പ്രകാരം കാണാം. ഹദരത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു. തർജ്ജമ ഇപ്രകാരമാണ്: നാഥാ, നീ എന്നെ സഹായിക്കണമേ, എനിക്കെതിരെ ആരെയും സഹായിക്കരുതേ. എനിക്ക് വിജയം നൽകണമേ, എനിക്കെതിരെ ആർക്കും വിജയം നൽകരുതേ. എനിക്ക് വേണ്ടി നീ തന്ത്രം മെനയണമേ, എനിക്കെതിരായി നീ തന്ത്രം മെനയരുതേ. എനിക്ക് ഹിദായത്ത് മാർഗദർശനം നൽകണമേ, എൻ്റെ മാർഗദർശനം എളുപ്പമാക്കി തീർക്കണമേ. എന്നോട് അതിക്രമം ചെയ്തവനെതിരെ നീ എന്നെ സഹായിക്കണമേ. അള്ളാഹുവേ, എന്നെ നിന്റെ നന്ദിയുള്ളവനാക്കി മാറ്റണമേ. നിന്നെ ദിക്ർ ചെയ്യുന്നവൻ, സ്മരിക്കുന്നവനാക്കണമേ. നിന്നെ ഭയപ്പെടുന്നവനും നിന്നിൽ കീഴ്പ്പെടുന്നവനും നിന്നെ അനുസരിക്കുന്നതിനും നിന്നെ ധാരാളമായി അനുസരിക്കുന്നതിനും നിനക്ക് വേണ്ടി അധികമായി വിനീത വിധേയനാകുന്നതിനുമാക്കി എന്നെ മാറ്റണമേ. എൻ്റെ നാഥ, എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. എൻ്റെ തെറ്റുകൾ കഴുകിക്കളയണമേ. എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. എൻ്റെ തെളിവുകളെ ബലപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തിന് ഹിദായത്ത് നൽകണമേ. എൻ്റെ നാവിനെ നേരെയാക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നിന്നും വിദ്വേഷവും പകയും നീക്കം ചെയ്യണമേ. തിരുനബിയുടെ ഹൃദയം എല്ലാ കാര്യങ്ങളിൽ നിന്നും ശുദ്ധവും പവിത്രവുമായിരുന്നു, പൂർണ്ണമായ അള്ളാഹുവിലേക്ക് കുനിഞ്ഞതുമായിരുന്നു. ഈ പ്രാർത്ഥന അദ്ദേഹം തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് ഈ പ്രാർത്ഥനയുടെ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് തൻ്റെ ഓരോ അനുയായും തൻ്റെ ഹൃദയം ഇപ്രകാരം ശുദ്ധമായി സൂക്ഷിക്കാൻ ദുആ ചെയ്യണമെന്നും അള്ളാഹു താലയുടെ അനുഗ്രഹം അതിനു വേണ്ടി തേടണമെന്നുമാണ്. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഞാൻ പഠിച്ചെടുത്ത ഒരു ദുആയുണ്ട്, അത് ഞാൻ ഒരിക്കലും വിട്ടു കളയാറില്ല. ആ ദുആ ഇപ്രകാരമാണ്. അതിന്റെ അർത്ഥം കേൾപ്പിക്കാം. അള്ളാഹുവേ, ഞാൻ നിനക്ക് ധാരാളമായി നന്ദി കാണിക്കുന്നവനായും നിന്നെ അത്യധികമായി സ്മരിക്കുന്നവനായും നിന്റെ ഉപദേശങ്ങളെ പിന്തുടരുന്നവനായും നിന്റെ നിർബന്ധിത കൽപ്പനകളെ ഓർമ്മിക്കുന്നവനായും എന്നെ മാറ്റണമേ. ഈ ദുആ മനുഷ്യൻ ദിവസവും ചൊല്ലുകയാണെങ്കിൽ തെറ്റായ ചിന്തകൾ ഉണ്ടാവുകയില്ല, തെറ്റായ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുകയുമില്ല. അള്ളാഹു എന്ത് ചെയ്യാൻ കൽപ്പിച്ചുവോ അത് മാത്രമേ അവൻ ആത്യന്തികമായി ചെയ്യുകയുള്ളൂ. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു വ്യക്തി ഏതെങ്കിലും പരീക്ഷണത്തിൽ അകപ്പെട്ട മനുഷ്യനെ കാണുകയും ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുന്നുവോ അവൻ ആ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചു കഴിഞ്ഞു.
പ്രാർത്ഥനാ വാചകങ്ങൾ ഇപ്രകാരമാണ്: അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. നിന്നെ പരീക്ഷിച്ച ഈ പരീക്ഷണത്തിൽ നിന്ന് എന്നെ അവൻ സംരക്ഷിച്ചു. എന്നെ നിന്നേക്കാളും അവന്റെ എല്ലാ സൃഷ്ടികളെക്കാളും അവൻ ശ്രേഷ്ഠനാക്കി. മറ്റൊരാളെ പ്രയാസത്തിൽ അകപ്പെട്ടത് കണ്ടാൽ അള്ളാഹു താല എന്നെ ഈ പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാണുമ്പോൾ പറയുമായിരുന്നു: അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്, ആരുടെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാ നന്മകളും പൂർണ്ണമാകുന്നത്. അതുപോലെ തന്നെ തിരുനബി വെറുക്കുന്ന എന്തെങ്കിലും അനിഷ്ടകരമായ എന്തെങ്കിലും കാണുമ്പോൾ പറയുമായിരുന്നു: അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ സാഹചര്യത്തിലും എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്. ഹദരത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഒരിക്കൽ മഴ പെയ്തു. നിവേദകൻ പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തലയിൽ നിന്നുമുള്ള തുണി മാറ്റി, തലപ്പാവ് മാറ്റി. അങ്ങനെ അവിടുത്തെ മേൽ അല്പം മഴത്തുള്ളികൾ പതിച്ചു. ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് എന്തിനാണ് ഇപ്രകാരം ചെയ്തത്? അവിടുന്ന് പറഞ്ഞു, കാരണം ഇത് അത്യുന്നതനായ രക്ഷിതാവിൽ നിന്നും പുതുതായി വന്ന് വീണതാണ്, നവാനുഗ്രഹമാണ്. അതിനുള്ള നന്ദി പ്രകടനത്തിന്റെ ഭാഗമായാണ് ഞാൻ ഈ തുള്ളികളെ സ്വീകരിച്ചത്. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ സഹാബാക്കളും മേഘത്തിൽ നിന്ന് വർഷിക്കുന്ന ആദ്യ തുള്ളികൾക്ക് വേണ്ടി തങ്ങളുടെ തല നഗ്നമാക്കാറുണ്ടായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നും ഈ പുത്തുപുത്തൻ അനുഗ്രഹം വന്നിരിക്കുന്നു. ഇത് ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമാണ്. അള്ളാഹു താലയോടുള്ള നന്ദി പ്രകടിപ്പിക്കാത്ത ഒരവസരവും തിരുനബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രത്യക്ഷത്തിൽ വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും അവിടുത്തെ നന്ദി പ്രകടനം കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഹദരത്ത് മാലിക് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൗചാലയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു: അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി. എന്നിൽ നിന്ന് ദോഷകരമായവ അകറ്റുകയും എനിക്ക് സൗഖ്യം പ്രദാനം ചെയ്യുകയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. ഹദരത്ത് സയ്യിദ് ബിൻ ഖാലിദ് ജുഹനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പെയ്ത മഴയ്ക്ക് ശേഷം ഹുദൈബിയയിൽ വെച്ച് ഞങ്ങളെ സുബ്ഹി നമസ്കരിപ്പിച്ചു. നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ജനങ്ങൾക്ക് അഭിമുഖമായി തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയുമോ? ആളുകൾ പറഞ്ഞു, അള്ളാഹുവും അവന്റെ പ്രവാചകനുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവർ. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു താല പറയുന്നു, ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ദാസന്മാരിൽ ചിലർ എന്നിൽ വിശ്വസിക്കുന്നവരായും ചിലർ എന്നെ നിഷേധിക്കുന്നവരായും തീർന്നു. നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും നമുക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞവൻ എന്നിൽ ഈമാൻ കൈക്കൊള്ളുന്നവൻ, വിശ്വസിക്കുന്നവനും അതുപോലെ നക്ഷത്രങ്ങളെ നിഷേധിക്കുന്നവനാണ്. എന്നാൽ ഇന്ന നക്ഷത്രം ഉദിച്ചത് കൊണ്ടാണ് നമുക്ക് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞവൻ എന്നെ നിഷേധിക്കുന്നവനും നക്ഷത്രങ്ങളെ വിശ്വസിക്കുന്നവനുമാണ്. അഥവാ അവൻ എന്നിൽ വിശ്വസിക്കുന്നില്ല, അതുപോലെ അവൻ ഇപ്പോഴും നക്ഷത്രങ്ങളെ തന്നെയാണ് ആരാധിക്കുന്നത്. അതിനാൽ നന്ദിയുടെ യഥാർത്ഥ മാനദണ്ഡം എന്തെന്നാൽ ഓരോ കാര്യത്തിലും അല്ലാഹു തആലയെ മാത്രം സ്തുതിക്കുക, അവരോട് മാത്രം നന്ദി കാണിക്കുക എന്നതാണ്. അക്കാലത്ത് ചിലർ പൂർണ്ണമായും തർബിയത്ത് ശിക്ഷണം ലഭിക്കാത്തവരായിരുന്നു. പഴയ വിശ്വാസങ്ങളുടെ സ്വാധീനം, പൂർവ്വമതങ്ങളുടെ വിശ്വാസങ്ങളുടെ സ്വാധീനം അവരിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറയേണ്ടായിരുന്നു എന്തെങ്കിലും നക്ഷത്രത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് നക്ഷത്രം കാരണമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ നന്ദിയുടെ യാഥാർത്ഥ്യം അവരെ പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവർക്ക് ഇപ്രകാരം തർബിയത്ത് നൽകി. ജാഫർ ബിൻ മുഹമ്മദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു: അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അവൻ എന്നെ സൃഷ്ടിക്കുകയും എൻ്റെ രൂപവും എൻ്റെ സ്വഭാവവും മനോഹരമാക്കുകയും ചെയ്തു. മറ്റുള്ളവരിൽ കുറവായി കാണപ്പെടുന്ന കാര്യങ്ങളെ എന്നിൽ മനോഹരമാക്കി തീർത്തവനാണ് അവൻ. ഹദരത്ത് അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്താൽ അതിനുശേഷം അള്ളാഹുവിനോട് ഇപ്രകാരം നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു: അൽഹംദുലില്ലാഹില്ലസീ അത്അമന വസഖാന വജഅലന മുസ്ലിമീൻ. നമ്മെ ഭക്ഷിപ്പിക്കുകയും തിന്നുകയും കുടിപ്പിക്കുകയും നമ്മെ മുസ്ലിമാക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതികളും. ഹദരത്ത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു ഭക്ഷണം കഴിച്ച് വിരമിക്കുമ്പോൾ
ഒരിക്കലും അത് ഉമാമ റളിയല്ലാഹു ഇപ്രകാരം പറയുകയുണ്ടായി. അവിടുന്ന് തൻ്റെ പരവതാനി, അതായത് ഭക്ഷണം വെച്ച പരവതാനി എടുത്തു മാറ്റിയപ്പോൾ, അതോ ഭക്ഷണം കഴിഞ്ഞു വിരമിക്കുമ്പോൾ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ കഫാന വ അർവാന ഗൈറ മക്ഫിയിൻ വല മക്ഫൂ. നമുക്ക് മതിയാവുകയും വയറ് നിറയെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതികളും. ഇത് ഇതോടെ അവസാനിക്കുന്ന നന്ദിയല്ല, അതുപോലെ നന്ദികേട് പിന്നീട് കാണിക്കപ്പെടുന്ന വിധത്തിലുള്ളതുമല്ല. ചിലപ്പോൾ അവിടുന്ന് ഇപ്രകാരം പറയേണ്ടായിരുന്നു, സർവസ്തുതിയും അള്ളാഹുവിനത്രേ, നമ്മുടെ രക്ഷിതാവേ, ഈ ഭക്ഷണത്തോടെ അവസാനിക്കുന്ന നന്ദിയല്ല, പിന്നീട് ചെയ്യപ്പെടാത്ത നന്ദിയുമല്ല, ഇനി ആവശ്യമില്ലാത്ത നന്ദിയുമല്ല നമ്മുടെ നാഥ എന്ന് ചൊല്ലുമായിരുന്നു. നന്ദി കാണിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു നിവേദനത്തിൽ അവിടുന്ന് വിവരിക്കുന്നു, ഹദരത്ത് സഹൽ ബിൻ മുആസ് ബിൻ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയും പിന്നീട് ഈ ദുആ ചൊല്ലുകയും ചെയ്താൽ, അതായത് അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ ഹാദ തആമ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്, ഈ ഭക്ഷണം എനിക്ക് നൽകുകയും എൻ്റെ യാതൊരു കഴിവോ ശക്തിയോ കൂടാതെ എനിക്കിത് നൽകുകയും ചെയ്ത അല്ലാഹുവിന്. അവന്റെ മുൻ പിൻ പാപങ്ങളൊക്കെ തന്നെ പുറക്കപ്പെടും. അതുപോലെ അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും വസ്ത്രം ധരിക്കുകയും ഈ ദുആ ചൊല്ലുകയും ചെയ്താൽ, അതായത് സർവസ്തുതിയും അള്ളാഹുവിനത്രേ, ഈ വസ്ത്രം എനിക്ക് അണിയിക്കുകയും എൻ്റെ യാതൊരു കഴിവോ ശക്തിയോ കൂടാതെ ഈ വസ്ത്രം എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്ത അള്ളാഹുവിന്, എങ്കിൽ അവന്റെ മുൻ കഴിഞ്ഞതും പിന്നീട് വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ തന്നെ പൊറുക്കപ്പെടും. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം, അദ്ദേഹം പറയുന്നു, ജനങ്ങൾക്ക് പഴവർഗ്ഗങ്ങളുടെ ആദ്യത്തെ വിളവ് ഉണ്ടാകുമ്പോൾ, ഈത്തപ്പഴമൊക്കെ ആദ്യം കൊയ്തെടുക്കുമ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൈപ്പറ്റുമ്പോൾ ദുആ ചൊല്ലാറുണ്ടായിരുന്നു, അല്ലാഹുവേ, ഞങ്ങളുടെ ഫലങ്ങളിൽ നീ അനുഗ്രഹം ചൊരിയണമേ, ഞങ്ങളുടെ നഗരത്തിൽ നീ അനുഗ്രഹം ചൊരിയണമേ, ഞങ്ങളുടെ സായിൽ, അതായത് ഒരളവ് പാത്രമാണ് സാ, അതിൽ അനുഗ്രഹം ചൊരിയണമേ, അതുപോലെ ഞങ്ങളുടെ മുദ്ദിലും, ഇതും ഒരു അളവ് പാത്രമാണ്, അതിലും അനുഗ്രഹം ചൊരിയണമേ, അതിലും ബർക്കത്ത് ചൊരിയണമേ. അള്ളാഹുവെ, തീർച്ചയായും ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിന്റെ ദാസനും നിന്റെ സുഹൃത്തും നിന്റെ പ്രവാചകനുമാണ്. ഞാൻ നിന്റെ ദാസനും നിന്റെ പ്രവാചകനുമാണ്. അദ്ദേഹം മക്കയ്ക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെയും അതിലധികവും ഞാൻ മദീനയ്ക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിവേദകൻ പറയുന്നു, പിന്നെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഏറ്റവും ചെറിയ കുട്ടിയെ വിളിക്കുകയും ആ പഴവർഗ്ഗം, ആ ഫ്രൂട്ട് അവന് നൽകുകയും ചെയ്യുമായിരുന്നു. പുതിയ ഫലം വരുമ്പോൾ അത് ഏറ്റവും ആദ്യം കുട്ടികൾക്കാണ് നൽകിയിരുന്നത്. ഹദരത്ത് ഹുസൈഫ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തന്റെ കിടക്കയിൽ കിടക്കുമ്പോൾ തന്റെ കൈ കവിളിന് താഴെ വയ്ക്കുമായിരുന്നു. എന്നിട്ട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹിയ, അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും നിന്റെ നാമത്തിൽ തന്നെ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഉണരുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലസി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ, നമ്മെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതികളും, അവങ്കിലേക്കാണ് നമ്മൾ മടങ്ങുന്നതും. മറ്റൊരു നിവേദനത്തിൽ ഉണരുമ്പോഴുള്ള ദുആ ഇപ്രകാരം വിവരിക്കപ്പെടുന്നു, അവിടുന്ന് രാത്രി ഉണരുമ്പോൾ പറയുമായിരുന്നു, നമ്മെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും, അവങ്കിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹുവിൽ തന്റെ പിതാവിൽ നിന്നും അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്നു, അവർ പറഞ്ഞു, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തീർച്ചയായും അള്ളാഹു അവന്റെ അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ അവന്റെ ദാസന്മാരിൽ കാണാൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മനുഷ്യനിൽ പ്രകടമായി കാണണം, മനുഷ്യനിൽ അത് വെളിപ്പെടുകയും വേണം എന്നാണ് അതാണ് അള്ളാഹുവിനോടുള്ള ശുക്ർ, നന്ദി പ്രകടനം. അതുപോലെ ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, അബുൽ ഹവസ് തന്റെ പിതാവിൽ നിവേദനം ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു, ഞാൻ മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ ഹാജരായി. നല്ല വസ്ത്രമായിരുന്നില്ല, വളരെ മോശം വസ്ത്രമായിരുന്നു. അപ്പോൾ അവിടുന്ന് എന്നോട് ചോദിച്ചു, നിന്റെ വശം സമ്പത്തുണ്ടോ, നിന്റെ കയ്യിൽ സമ്പത്തുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ടല്ലോ. അവിടുന്ന് ചോദിച്ചു, ഏത് തരത്തിലുള്ള സമ്പത്താണ് നിന്റെ കൈവശമുള്ളത്? നീ വലിയ ധനികനാണല്ലോ, കൈവശം സമ്പത്തുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഏത് തരത്തിലുള്ള ധനമാണുള്ളത്? ആദ്യം ബോധിപ്പിച്ചു, അള്ളാഹു എനിക്ക് ഒട്ടകങ്ങൾ നൽകിയിട്ടുണ്ട്, ആടുമാടുകൾ നൽകിയിട്ടുണ്ട്, കുതിരകളുമുണ്ട്, അടിമകളുമുണ്ട്, എൻ്റെ കൈവശം ഒരുപാട് സമ്പത്തുണ്ട്.
അവിടുന്ന് പറഞ്ഞു, അള്ളാഹു നിനക്ക് ഇത്രയും സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അവന്റെ അനുഗ്രഹവും അവനെ ബഹുമാനിച്ചും കൊണ്ട് അത് നിന്നിൽ പ്രകടമാകണം. അവന് നന്ദി പ്രകടിപ്പിക്കണം. നന്ദി പ്രകടിപ്പിക്കുക എന്നാൽ ഇത്തരം വൃത്തികെട്ട പഴയ വസ്ത്രം ധരിച്ചു വരികയല്ല, ഈ മോശമായ വസ്ത്രം ധരിക്കരുത്, നല്ല വസ്ത്രം ധരിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നീ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഹർ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹുവിൽ നിവേദനം, ഞങ്ങൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. അപ്പോൾ അവിടുന്ന് ഒരു വ്യക്തിയെ കണ്ടു. അയാളുടെ മുടി അലസമായിട്ട് ഇട്ടിരിക്കുക, അത് അഴിഞ്ഞു കിടക്കുന്ന മട്ടിലായിരുന്നു, ശരിയായി വാരിയിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് പറഞ്ഞു, തന്റെ മുടി ശരിയാക്കാൻ പറ്റിയ ഒന്നും ഇയാൾക്ക് ലഭിക്കുന്നില്ലേ? ചീർപ്പൊന്നും കയ്യിലില്ലേ? കൂടെയുള്ളവരോട് അവിടുന്ന് ചോദിച്ചു, ഇയാൾ എന്തുകൊണ്ടാണ് തന്റെ മുടി കഴുകുകയും നന്നാക്കുകയും ചീർപ്പുകൊണ്ട് വാരുകയും ചെയ്യാത്തത്? അവിടുന്ന് മറ്റൊരു മനുഷ്യനെ കണ്ടു. അയാൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞു, വസ്ത്രം കഴുകാൻ പറ്റിയ വെള്ളം ഇയാൾക്ക് ലഭിക്കുന്നില്ലേ? മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നതിന് പകരം വസ്ത്രം കഴുകി ധരിക്കുക. വെള്ളം ലഭിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിന് നന്ദി പറയുക. ശുചിത്വം എന്നത് വൃത്തിയുടെ വശം വെളിപ്പെടുത്തുന്നതും അള്ളാഹു താലേക്ക് നന്ദി പറയേണ്ടതുമുണ്ട്. ഇവിടെ ശുചിത്വത്തിനെ കൊണ്ട് അതാണ് ഉദ്ദേശിച്ചത്, അതും അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കലാണ്. എന്ത് കോലമാണിത്, ഇയാള് ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആരെങ്കിലും പറയുന്ന വിധത്തിലുള്ള ഒരു രൂപം സ്വീകരിക്കരുത്. അതുപോലെ ഹദരത്ത് അബ്ദുല്ലാ ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിവേദനം ചെയ്യുന്നു, അവിടുന്ന് പറഞ്ഞു, ആണു അളവെങ്കിലും അഹങ്കാരമുള്ളവൻ, ആരുടെയെങ്കിലും ഉള്ളിൽ ആണു അളവെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഒരാൾ ചോദിച്ചു, മനുഷ്യന് നല്ല വസ്ത്രം ധരിക്കാനും നല്ല ചെരുപ്പ് ധരിക്കാനും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു താല സുന്ദരനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു താലയും സുന്ദരൻ തന്നെയാണ്, അള്ളാഹുവിന് സൗന്ദര്യം ഇഷ്ടവുമാണ്, അതിൽ യാതൊരു സംശയമില്ല. അഹങ്കാരം എന്നത് സ്വയം വലുതായി നടിക്കുകയും സത്യത്തെ അങ്ങനെ നിഷേധിക്കുകയും ആളുകളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നതാണ്. സത്യമായ കാര്യത്തെ നിഷേധിക്കുക, ആളുകളോട് പുച്ഛത്തോട് പെരുമാറുക എന്നാണ് അഹങ്കാരം. നല്ല വസ്ത്രം ധരിച്ച് അഹങ്കരിക്കുന്നതും അഹങ്കാരം തന്നെയാണ്. എന്നാൽ നല്ല വസ്ത്രം ധരിച്ച് വിനയാന്യതനായി മറ്റുള്ളവരെ കാണുകയും അവരുടെ അവകാശങ്ങൾ നൽകുകയും ചെയ്യുന്നെങ്കിൽ അത് അഹങ്കാരമായി തീരുന്നതല്ല. ഹദരത്ത് അബൂ സയ്യിദ് ഖുദ്രി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ പുതിയ വസ്ത്രം ധരിച്ചാലും, അത് കുപ്പായമായാലും തലപ്പാവായാലും, അവിടുന്ന് അതിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹുവെ, സർവസ്തുതിയും നിനക്കുള്ളതത്രേ, നീ തന്നെയാണ് എനിക്കിത് ധരിപ്പിച്ചത്. ഇതിന്റെ നന്മയും ഇത് എന്തിനു വേണ്ടിയാണോ നിർമ്മിക്കപ്പെട്ടത് ആ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ ഇതിന്റെ തിന്മയിൽ നിന്നും ഇത് എന്തിനാണോ നിർമ്മിക്കപ്പെട്ടത് അതിന്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരു ദാസന് ഒരു അനുഗ്രഹം നൽകുകയും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്താൽ അവന് അള്ളാഹു അനുഗ്രഹത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു പാപത്തെക്കുറിച്ച് ദാസന് ഖേദമുണ്ട്, പശ്ചാത്തലമുണ്ടെന്ന് അള്ളാഹു അറിയുകയും ചെയ്താൽ അവൻ മാപ്പ് ചോദിക്കുമ്പോൾ തന്നെ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നു. ഒരാൾ ദീനാർ നൽകി, പണം നൽകി വസ്ത്രം വാങ്ങി അത് ധരിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ ആ വസ്ത്രം അവന്റെ കാൽമുട്ടിൽ എത്തുന്നത് മുമ്പ് തന്നെ, ധരിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അവന് പൊറുക്കപ്പെടുന്നു. ഇതാണ് നന്ദി കാണിക്കുന്ന ദാസനോട് അള്ളാഹുവിന്റെ പെരുമാറ്റം. സാലിം ഹദരത്ത് അബ്ദുല്ലാ ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ ഏതെങ്കിലും താഴ്വരയിലോ ഉയർന്ന പ്രദേശത്തോ എത്തുമ്പോൾ 3 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുമായിരുന്നു, തക്ബീർ ചൊല്ലുമായിരുന്നു. അതിനുശേഷം പറയുമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആയിബൂന തായിബൂന ആബിദൂന സാജിദൂന ലിറബ്ബിന ഹാമിദൂൻ സദഖല്ലാഹു വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദഹു. അതായത് ഏകനായ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ആരുമില്ല, അവന് യാതൊരു പങ്കുകാരനുമില്ല, എല്ലാ ആധിപത്യവും അവനാണ്, എല്ലാ സ്തുതികളും അവനാണ്, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഞങ്ങൾ യാത്രയിൽ നിന്നും മടങ്ങുന്നു, ഞങ്ങളുടെ തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട് മേലിൽ തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുന്നവരാണ്, ഞങ്ങളുടെ രക്ഷിതാവിന് മുന്നിൽ തല ഉനിക്കുന്നവരാണ്, ഞങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നവരാണ്. അള്ളാഹു താല തീർച്ചയായും തൻ്റെ വാഗ്ദാനം സത്യമായി പുലർത്തി തൻ്റെ ദാസനെ സഹായിച്ചു. അങ്ങനെ വാഗ്ദാനം പുലർത്തിക്കൊണ്ട് തൻ്റെ ദാസനെ സഹായിച്ചു. എല്ലാ ശത്രു സംഘങ്ങളെയും ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തി ഓടിപ്പിച്ചു. ബദ്ർ യുദ്ധ ദിവസം ശത്രുക്കളിൽ കൊല്ലപ്പെട്ടവരെ ബദ്ർ മൈതാനത്തെ കുഴികളിലും കിണറുകളിലും നിക്ഷേപിച്ചു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അബൂ ജഹലിനെ നിന്ദ്യനും ഹീനനുമാക്കുകയും അവനെ നശിപ്പിക്കുകയും നമ്മെ അവനിൽ നിന്നും രക്ഷിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. മരിച്ചവരെ എല്ലാവരെയും കിണറ്റിലിട്ടപ്പോൾ നബി തിരുമേനി വസല്ലം അവയ്ക്ക് ചുറ്റും റോന്തു ചുറ്റുകയായിരുന്നു. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് നബി തിരുമേനി വസല്ലം അറിയിക്കുന്നുണ്ടായിരുന്നു, ഇയാളാണ് മരിച്ചത്, ഇയാളാണ് മരിച്ചത്. അപ്പോൾ നബി തിരുമേനി വസല്ലം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ഇപ്രകാരം പറയുകയായിരുന്നു, താൻ എനിക്ക് നൽകിയ വാഗ്ദാനം പൂർത്തിയാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതികളും. അവിടുത്തെ കടുത്ത ശത്രു ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ പ്രതികരണം ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷപ്രകടനമായിരുന്നില്ല. ശത്രു മരിച്ചിരിക്കുന്നു അതുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നതായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ സന്നിധിയിൽ വിനീതനായിക്കൊണ്ട് അവനോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ച് മറ്റ് നിവേദനങ്ങളുമുണ്ട്. ഹദരത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ് റളിയല്ലാഹു തന്നെയാണ് വിവരിക്കുന്നത്. ഇതും ബദർ യുദ്ധ ദിവസം ഞാൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി അപേക്ഷിച്ചു, ഞാൻ അബൂ ജഹലിനെ കൊന്നിരിക്കുന്നു. അവിടുന്ന് ചോദിച്ചു, ആരാധനക്കർഹനായി വേറെ ആരുമില്ലാത്ത അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്താണോ പറയുന്നത്? ഞാൻ പറഞ്ഞു, അതേ, ആരാധനക്കർഹനായി വേറെ ആരുമില്ലാത്ത അള്ളാഹു ആണ്, ഞാൻ അവനെ കൊന്നിരിക്കുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം എന്നോട് 3 തവണ ആവർത്തിച്ചു ചോദിച്ചു. എന്നിട്ട് എന്നിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയത്. പിന്നെ പറഞ്ഞു, അള്ളാഹു ഏറ്റവും വലിയവനാണ്, തന്റെ വാഗ്ദാനം സത്യമാക്കുകയും തന്റെ ദാസനെ സഹായിക്കുകയും എതിർപ്പുള്ള എല്ലാ സംഘങ്ങളെയും ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തുകയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. പിന്നീട് അവിടുന്ന് പറഞ്ഞു, പോകൂ, അവന്റെ ജഡം എനിക്ക് കാണിച്ചു തരൂ, എന്റെ കൂടെ വരൂ. അങ്ങനെ ഞങ്ങൾ യാത്രയായി. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇവനാണ് ഈ സമുദായത്തിന്റെ ഫിറഔൻ. മറ്റൊരു നിവേദനത്തിലുണ്ട്, അബൂ ജഹലിന്റെ തലയെക്കുറിച്ചുള്ള, അത് തല കൊയ്തതിനെ കുറിച്ചുള്ള സന്തോഷവാർത്ത ലഭിച്ച ദിവസം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിച്ചു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. അബൂ ഇസ്ഹാഖ് വിവരിക്കുന്നു, ബദർ ദിനത്തിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബൂ ജഹലിന്റെ മരണവാർത്തയുമായി ഒരു സന്ദേശവാഹകൻ വന്നപ്പോൾ അവിടുന്ന് അവനോട് ആരാധനക്കർഹനായി വേറെ ആരുമില്ലാത്ത അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് 3 തവണ ചോദിച്ചു, നീ ശരിക്കും അവനെ മരിച്ച നിലയിൽ കണ്ടുവോ? അവൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ സത്യം ചെയ്തുകൊണ്ട് ആണിയിട്ടുകൊണ്ട് നബി തിരുമേനി പറഞ്ഞപ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീണു. ചില നിവേദനങ്ങളിൽ ഒന്നിലധികം സുജൂദ് ചെയ്തെന്നും കാണാം. മക്ക വിജയത്തിന്റെ അവസരത്തിലും അവിടുത്തെ നന്ദി പ്രകടനത്തെക്കുറിച്ചുള്ള നിവേദനങ്ങളുണ്ട്. ഹദരത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു നിവേദനം, മക്ക വിജയ ദിവസം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ പടിയിൽ കയറി നിന്നു. എന്നിട്ട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലസീ സദഖ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. തന്റെ വാഗ്ദാനം സത്യമാക്കി കാണിക്കുകയും തന്റെ ദാസനെ സഹായിക്കുകയും എല്ലാ സൈന്യങ്ങളെയും ഒറ്റക്ക് പരാജയപ്പെടുത്തുകയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. ബുഖാരിയിലെ ഒരു നിവേദനത്തിൽ അബ്ദുറഹ്മാൻ ബിൻ അബി ലൈല വിവരിക്കുന്നു, ഹദരത്ത് ഉമ്മു ഹാനി റളിയല്ലാഹു ഒഴികെ മറ്റാരും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാഷ്ത നമസ്കാരം, അതായത് ലോഹ നമസ്കാരം നിർവഹിക്കുന്നത് കണ്ടതായി നമ്മോട് പറഞ്ഞിട്ടില്ല. ലോഹ നമസ്കാരത്തെ കുറിച്ച് ലഭിക്കുന്ന നിവേദനങ്ങളിലും ഹദരത്ത് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം മാത്രമേ അവിടുന്ന് ലോഹ നമസ്കാരം നിർവഹിച്ചു എന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. നിവേദനം ഇതാണ്, മക്ക വിജയ ദിവസം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ വരികയും കുളിക്കുകയും 8 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു എന്നവർ പറയുന്നു. അവർ പറയുന്നു, ഇതിലും ലളിതമായ നമസ്കാരം ഞാൻ കണ്ടിട്ടില്ല. അത് വളരെ ലളിതമായ നമസ്കാരമായിരുന്നു. എങ്കിലും 8 റക്അത്ത് അവിടുന്ന് നമസ്കരിച്ചു. എന്നാൽ അവിടുന്ന് പൂർണ്ണമായും റുക്കുവും സുജൂദും ചെയ്യുന്നുണ്ടായിരുന്നു. ധൃതിപ്പെട്ട് ചെയ്തതു എന്നല്ല, അവിടുത്തെ ലളിതമായ നമസ്കാരം പോലും നമ്മുടെ സുദീർഘമായ നമസ്കാരങ്ങളെ പോലെയുള്ളതായിരുന്നു. ഒരു സീറത്ത് എഴുത്തുകാരൻ, നബി ചരിത്രകാരൻ ഈ സംഭവത്തെ വിവരിക്കുന്നത്, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം അള്ളാഹു അവിടത്തേക്ക് നൽകിയ വിജയത്തിന് നന്ദിയായി 8 റക്അത്ത് ശുക്രാന നമസ്കാരം നിർവഹിച്ചു എന്ന ശീർഷകത്തിന് കീഴിലാണ്. ഹദരത്ത് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് മക്കയിൽ വിജയായി പ്രവേശിച്ചപ്പോൾ ആളുകൾ അവിടെ കാണാൻ വേണ്ടി തടിച്ചുകൂടി, അവിടുത്തെ കാണാൻ വേണ്ടി വന്നു. വിനയവും നന്ദി വികാരങ്ങളും കാരണം അവിടുത്തെ ശിരസ് ആ ഒട്ടകത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് തൊട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ജനങ്ങൾക്ക് നടുമധ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നൽ ആയിഷുൽ ആഖിറ, അള്ളാഹുവെ തീർച്ചയായും യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. ഹദരത്ത് മസീഹ് ഇസ്ലാം അരുളുന്നു, അള്ളാഹു താലയുടെ പ്രത്യേക ദാസന്മാർക്ക് നൽകപ്പെടുന്ന ഔന്നത്യം വിനയത്തിന്റെ നിറത്തിലാണ് ഉണ്ടാവുക. പിശാചിന്റെ ശൈത്താന്റെ ഔന്നത്യം അഹങ്കാരവുമായി ചേർന്നാണ്. നോക്കുക, നമ്മുടെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചപ്പോൾ
അവിടുന്ന് തന്റെ തലകുനിക്കുകയും സുജൂദ് ചെയ്യുകയും ചെയ്തു. ആ മക്കയിൽ തന്നെ അവിടത്തേക്ക് എല്ലാവിധ എതിർപ്പുകളും നേരിടേണ്ടി വരികയും ദ്രോഹങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്ത ആ പ്രയാസത്തിന്റെയും പ്രതിസന്ധികളുടെയും ദിവസങ്ങളിൽ എങ്ങനെയാണ് തലകുനിച്ചിരുന്നത്, അതുപോലെ തന്നെയായിരുന്നു അന്നും സുജൂദ് ചെയ്തത്. ഞാൻ ഏതവസ്ഥയിലായിരുന്നു ഇവിടെ നിന്ന് പോയതെന്നും ഇപ്പോൾ ഏതവസ്ഥയിലാണ് മടങ്ങി വന്നതെന്നും അവിടുന്ന് കണ്ടപ്പോൾ, അത് ചിന്തിച്ചപ്പോൾ അവിടുത്തെ ഹൃദയം അള്ളാഹുവിനോടുള്ള നന്ദി കൊണ്ട് നിറഞ്ഞു. അവിടുന്ന് സുജൂദ് ചെയ്തു. തിരുനബിയുടെ ദുആയെക്കുറിച്ച് സഹീഹ് മുസ്ലിമിൽ ഒരു നിവേദനത്തിൽ കാണാം. ഹജ്ജത്തുൽ വദാഇന്റെ അവസരത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയിലും മർവയിലും സായി അല്ലെങ്കിൽ തവാഫ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ അവിടുന്ന് സഫയിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. ബൈത്തുള്ള അഥവാ കാബ ദൃശ്യമാകുന്നത് വരെ സഫയിൽ കയറി പിന്നീട് കിബിലേക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. അള്ളാഹു തആലയുടെ തൗഹീദും ഏകത്വവും അവന്റെ മഹത്വവും സ്തുതിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരനുമില്ല, ആധിപത്യം അവൻ്റെതാണ്, എല്ലാ സ്തുതിയും അവൻ്റെതാണ്, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവൻ തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി തന്റെ ദാസനെ സഹായിച്ചു, സൈന്യങ്ങളെ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തി. എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദുആ ചെയ്തു. ഇതിനിടയിൽ ദുആ ചെയ്തു സഫയ്ക്കും മറവയ്ക്കും വേണ്ടി. ദുആയുടെ അവസ്ഥയിൽ 3 തവണ അവിടുന്ന് ഇപ്രകാരം ചെയ്തു. യമനിൽ നിന്നും ഹംദാൻ ഗോത്രത്തിന്റെ വിവരം ലഭിച്ചപ്പോൾ വിവരത്തെക്കുറിച്ച് ഹദരത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ഒരു നിവേദനമുണ്ട്. ഹദരത്ത് ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹിജ്റ 10-ാം വർഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചു. ഹംദാൻ ഗോത്രം മുഴുവനും ഇസ്ലാം സ്വീകരിച്ചു. അവർ ഇസ്ലാം സ്വീകരിച്ച വിവരം ഹദരത്ത് അലി റളിയല്ലാഹു അൻഹു ഒരു കത്ത് മുഖേന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കത്ത് വായിച്ചപ്പോൾ അവിടുന്ന് സുജൂദിൽ വീണു. എന്നിട്ട് പറഞ്ഞു, ഹംദാനിന് സലാം, ഹംദാനിന് സമാധാനം ഉണ്ടാകട്ടെ, ഹംദാനിന് സമാധാനം ഉണ്ടാകട്ടെ. അവിടുന്ന് 2 തവണ ഇപ്രകാരം പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്ദിയുടെ സുജൂദുകളെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷം നൽകുന്നതോ സന്തോഷത്തിന് കാരണമാകുന്നതോ ആയ ഏതെങ്കിലും കാര്യം അറിഞ്ഞാൽ അവിടുന്ന് അള്ളാഹു തബാറക വ തആലയോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സുജൂദിൽ വീഴുമായിരുന്നു. അതുപോലെ ഹദരത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒരു നിവേദനമുണ്ട്. ഏതോ ഒരു ഉദ്ദേശത്തെക്കുറിച്ച് ലക്ഷ്യത്തെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷവാർത്ത ലഭിച്ചപ്പോൾ അവിടുന്ന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സുജൂദിൽ വീണു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ സുവാർത്തകളെക്കുറിച്ചും അതിന് അവിടുന്ന് കാണിച്ച നന്ദിയെക്കുറിച്ചും ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി തന്റെ സദക്ക കൊടുക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു. പിന്നീട് അവിടുന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ച് കിബിലേക്ക് തിരിഞ്ഞ് സുജൂദിൽ വീണു. ദീർഘമായി സുജൂദ് ചെയ്തു. ഞാൻ അവിടെ പോയി ഇരുന്നു. അള്ളാഹു ഈ അവസ്ഥയിൽ തന്നെ അവിടുത്തെ ആത്മാവിനെ പിടിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അവിടുന്ന് അടുത്ത് പോയി ഇരുന്നപ്പോൾ തല ഉയർത്തി ചോദിച്ചു, ഇതാരാണ്? ഞാൻ പറഞ്ഞു, അബ്ദുറഹ്മാൻ. അവിടുന്ന് ചോദിച്ചു, എന്തു പറ്റി? ഞാൻ അപേക്ഷിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് ഇത്ര ദീർഘമായി സുജൂദ് ചെയ്തു, അള്ളാഹു അസ്സ വജല്ല ഈ അവസ്ഥയിൽ അവിടുത്തെ ആത്മാവിനെ കൊണ്ടുപോയോ അഥവാ അവിടുന്ന് വഫാത്തായി പോയോ എന്ന് എനിക്ക് ആശങ്ക തോന്നി. അവിടുന്ന് പറഞ്ഞു, ജിബ്രീൽ എന്റെ അടുക്കൽ വരികയും ആരാണോ താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് അവന് ഞാൻ കാരുണ്യം നൽകും, ആരാണോ താങ്കളുടെ മേൽ സലാം ചൊല്ലുന്നത് ഞാൻ അവനും സലാം നൽകും, സമാധാനവും സുരക്ഷയും നൽകും എന്നും സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ സുജൂദ് ചെയ്തത്. ആ നന്ദി പ്രകടനത്തിന്റെ ഭാഗമായാണ് അത്രയും സുദീർഘമായ സുജൂദ് ചെയ്തത്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം ശത്രുവിനെതിരെ വിജയഭേരി മുഴക്കിക്കൊണ്ട് സന്തോഷ വാർത്തയുമായി ഒരാൾ വന്നപ്പോൾ അവിടുത്തെ തല ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു ശിരസ് ഹദരത്ത് ആയിഷയുടെ മടിത്തട്ടിലായിരുന്നു. അത് കേട്ടതും അവിടുന്ന് എഴുന്നേറ്റ് സുജൂദിലേക്ക് വീഴുകയുണ്ടായി. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അവർ കേട്ടു, ആരിലാണോ 2 ഗുണങ്ങൾ കാണപ്പെടുന്നത് അവനെ അള്ളാഹു സാബിറും ഷാക്കിറുമായി കണക്കാക്കുന്നു. അതായത് അവന് ക്ഷമ കൈക്കൊള്ളുന്നതിനും നന്ദി പ്രകടിപ്പിക്കുന്നതിനുമായി രേഖപ്പെടുത്തുന്നു. ഈ 2 ഇല്ലാത്തതിന് അള്ളാഹു
ക്ഷമിക്കുന്നവനോ അതുപോലെ നന്ദിയുള്ളവനായി രേഖപ്പെടുത്തുന്നില്ല. ആദ്യത്തേത് ദീനിന്റെ കാര്യങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ തന്നെക്കാൾ ഔന്നത്യമുള്ളതിലേക്ക് നോക്കുകയും ഔന്നത്യമുള്ളവനിലേക്ക് നോക്കി അവനെ പിന്തുടരുകയും ചെയ്യുന്നതാണ്. മതപരമായ കാര്യങ്ങൾ തന്നെക്കാൾ ഔന്നത്യമുള്ള ഉയർച്ചയിലുള്ളവനെ നോക്കി അവനെ പിന്തുടരണം, അവന് തുല്യനായി തീരാൻ ശ്രമിക്കണം. അങ്ങനെ അതിന് ചിന്തിക്കുകയാണെങ്കിൽ അവൻ സാബിറായിരിക്കും, ഷാക്കിറായിരിക്കും, ക്ഷമയും നന്ദിയും കൈക്കൊള്ളുന്നതിനായിരിക്കും. രണ്ടാമത്തെ നിബന്ധന തൻ്റെ ഭൗതികമായ കാര്യങ്ങൾ തന്നെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നോക്കുക, എന്നിട്ട് അള്ളാഹിനെ സ്തുതിക്കുക എന്നാണ്. ഐഹിക കാര്യങ്ങൾ തന്നെക്കാൾ താഴ്ന്ന അവസ്ഥയിലുള്ളവരെ നോക്കി അള്ളാഹുവിനെ സ്തുതിക്കുക, നന്ദി പറയുക എന്നാണ്. അള്ളാഹു എനിക്ക് നൽകിയതിനെ കുറിച്ച് അത് ചിന്തിച്ച് അള്ളാഹു താല ആ വ്യക്തിയേക്കാൾ തന്നെ ശ്രേഷ്ഠനായ ആക്കിയ കാര്യത്തിൽ നന്ദി കാണിക്കുന്നുവെങ്കിൽ അള്ളാഹു അവനെ ക്ഷമിക്കുന്നതിനും നന്ദിയുള്ളവനായി രേഖപ്പെടുത്തും. എന്നാൽ തൻ്റെ മതത്തിൽ തന്നെക്കാൾ താഴ്ന്നതിലേക്ക് നോക്കിയും തൻ്റെ ഐഹിക കാര്യങ്ങൾ തന്നെക്കാൾ ഉയർന്നതിലേക്ക് നോക്കിയും തനിക്ക് ലഭിക്കാതെ പോയ കാര്യത്തിൽ ദുഃഖിയും ചെയ്യുന്നതിന് അള്ളാഹു താല ക്ഷമിക്കുന്നതിനായി രേഖപ്പെടുത്തുന്നില്ല, നന്ദിയുള്ളതിനായി രേഖപ്പെടുത്തുന്നില്ല. അതുപോലെ അത് അബൂ ഹുറൈറ വിവരിക്കുന്ന നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നേക്കാൾ താഴെയുള്ളതിലേക്ക് നോക്കും, നിന്നേക്കാൾ മുകളിലേക്ക് നോക്കരുത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നീ നിസ്സാരമായി കാണാതിരിക്കാൻ വേണ്ടിയാണിത്. ഇത് ഏറ്റവും അനുയോജ്യമായ കാര്യമാണ്. അതായത് ലൗകിക കാര്യങ്ങളിൽ താഴെയുള്ളതിലേക്ക് നോക്കി അള്ളാഹു നൽകിയതിൽ നന്ദി പറയുക. ഹദരത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾ ആർക്ക് നൽകപ്പെട്ടുവോ അവന് ഇഹലോകങ്ങളിലും പരലോകങ്ങളിലുമുള്ള നന്മകൾ നൽകപ്പെട്ടു. ഒന്നാമതായി നന്ദിയുള്ള ഹൃദയം, രണ്ടാമതായി അള്ളാഹുവിനെ സ്തുതിക്കുന്ന നാവ്, പരീക്ഷണഘട്ടത്തിൽ ക്ഷമിക്കുന്ന ശരീരം, തന്റെ അന്തസ്സും ചാരിത്രവും സംരക്ഷിക്കുന്നതിലും ഭർത്താവിനോടുള്ള കടമകളിലും വഞ്ചന കാണിക്കാത്ത ഭാര്യ, നല്ല ഭാര്യയായിരിക്കുക. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നന്മ ലഭിക്കുന്നു. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അബൂ ഹുറൈറ, നീ മുത്തക്കിയായി മാറുക, സൂക്ഷ്മതയുള്ളവനാകുക. നീ ആളുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആരാധനയുള്ളവനായി തീരണം. നീ തൃപ്തിയുള്ളവനാകുക. നീ ആളുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവനായി തീരും. കനാത്ത്, ഉള്ളതിൽ തൃപ്തി അടങ്ങുക എന്നത് നന്ദി കാണിക്കുന്നതിലേക്ക് നയിക്കുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക, അപ്പോൾ നീ വിശ്വാസിയായി തീരുന്നതാണ്. നിന്റെ അയൽക്കാരനോട് നീ നല്ല രീതിയിൽ പെരുമാറുക, അപ്പോൾ നീ മുസ്ലിമായി തീരുന്നതാണ്. അമിതമായി ചിരിക്കരുത്, കാരണം അമിതമായ ചിരി ഹൃദയത്തെ മരിപ്പിക്കുന്നു. അഥവാ മനുഷ്യൻ അള്ളാഹുവിന്റെ സന്നിധിയിൽ വിനീതനായി കൊണ്ടിരിക്കണം. പ്രാർത്ഥനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എപ്പോഴും കളിതമാശകൾ മാത്രം പാടില്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാകാൻ അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരന്തരമായ നന്ദി പ്രകടനത്തെയും സ്മരണയെയും കുറിച്ച് ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ സ്മരിക്കാറുണ്ടായിരുന്നു. തന്റെ ഉമ്മത്തിന് മുമ്പാകെ മാതൃകയുടെ ഏറ്റവും ഉന്നതമായ നിലവാരങ്ങൾ അവിടുന്ന് സ്ഥാപിച്ചു കാണിച്ചു. നമ്മെ അതിനുവേണ്ടി ഉപദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം ഇവിടെ സംക്ഷിപ്തമായ നിലയിൽ പറയാം. അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇൻഷാ അള്ളാഹു താല അഹമ്മദിയ ജമാഅത്ത് UK ജൽസ സാലാന ആരംഭിക്കുകയാണ്. അള്ളാഹു താല എല്ലാ നിലയിലും അതിനെ അനുഗ്രഹപൂർണമാകട്ടെ എന്ന് ദുആ ചെയ്യുക. എല്ലാവരെയും അവന്റെ സംരക്ഷണത്തിൽ നിലനിർത്തട്ടെ. നിലവിലെ ചൂട് കാലാവസ്ഥ കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ചില അപകട സാധ്യതകളുമുണ്ട്. എല്ലാവിധ ദോഷഫലങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ഡ്യൂട്ടി ചെയ്യുന്ന ഇവിടെ പ്രവർത്തകർ, അവർ ചിലർക്ക് ചൂടിൽ നിന്ന് വളരെ കൂടുതൽ സമയം ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന വളരെ കഠിനമായ ഡ്യൂട്ടികളുമുണ്ട്. അവർക്കും തങ്ങളുടെ കടമകൾ നല്ല നിലയിൽ നിർവഹിക്കാൻ തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله
ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر